ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവയും മൈദയും ഗോതമ്പ് പൊടിയും ഒന്നും ചേർക്കാതെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഫ്ലേവറിലുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 5-6 സ്ലൈസ് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ബ്രെഡ് ഒരു സൈഡ് ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ബ്രെഡ് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു കളറായിട്ട് വന്നാൽ മതി. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ബ്രെഡാണ് 6 സ്ലൈസ് എടുത്തിട്ടുള്ളത്. വലിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒരു 4 സ്ലൈസൊക്കെ മതിയാവും കേട്ടോ. പിന്നീട് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ എടുത്ത് ചൂടാക്കി എടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ 6 സ്ലൈസ് ബ്രെഡും ചൂടാക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നിട്ട് ഇതാ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്. ഈ ഒരു വലിപ്പത്തിൽ വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 50 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം കേട്ടോ എടുക്കാൻ. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ബട്ടർ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബട്ടർ ആണെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെച്ച് ഫുള്ളായിട്ട് തണുപ്പ് പോയി ഇതുപോലെ നല്ല സോഫ്റ്റ് ആയതിന് ശേഷം മാത്രം എടുക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏലക്കാപ്പൊടി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അല്ല ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ ഏലക്കായുടെ ആ തൊലിയൊന്ന് കളഞ്ഞിട്ട് ആ ഒരു കുരു നമ്മൾ ഈ ഒരു പഞ്ചസാര പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സമയം വേണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് അടിച്ചിട്ട് അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബട്ടറും പഞ്ചസാരയും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സായിട്ട് വരണം കേട്ടോ അതുപോലെ. അപ്പോൾ ഇതുപോലെ മിക്സായി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. മൊത്തം 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് ബീറ്റായി വന്നതിന് ശേഷം പിന്നെ അടുത്ത മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് വെച്ചിട്ട് ചെയ്താലും ഇതുപോലെ തന്നെ നന്നായിട്ട് വരും കേട്ടോ. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ അത് ബീറ്റായി വരാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീറ്റർ മാറ്റി വെച്ചിട്ട് വീണ്ടും ഞാൻ വിസ്ക് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബീറ്ററിൻ്റെ അധികം ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഒരുപാടുള്ള മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ തേങ്ങ ചെരുവി എടുത്തിട്ട് പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ തേങ്ങ എന്തായാലും ചേർത്ത് കൊടുക്കുക. തേങ്ങ ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ ഒരു ബാറ്റർ ഒന്ന് ടൈറ്റ് ആകുന്നത് വരെ നമ്മൾ ബ്രെഡിൻ്റെ ക്രംസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ പരുവം വേണ്ടത്. കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള ബാറ്ററാണ്. നമ്മളിങ്ങനെ കോരി ഇടുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്.
ഇനി ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലും അടിയിലൊക്കെ ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടിയിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ എന്തായാലും വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പറ്റി പിടിക്കും, നമുക്ക് പെട്ടെന്ന് അത് ഡിമോൾഡ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഇട്ട് കൊടുക്കാം. ബാറ്റർ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് നമ്മളിതുപോലെ സ്പാറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു അരികുവശത്തേക്കൊക്കെ ഇറങ്ങി ചെല്ലും ബാറ്റർ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓവനിൽ വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്ന ഏത് പാത്രത്തിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ബേക്കിങ്ങിൻ്റെ ടൈം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ടൊക്കെ മാറ്റം വരും കേട്ടോ. ചെറിയ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വരും ബേക്കിംഗ് ടൈം. 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് ഇതിൻ്റെ നടുഭാഗത്ത് കുത്തി നോക്കാം. അപ്പം മാവൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് വെന്തിട്ടുണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് ഇത് വേവായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വലിയ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റും കൊണ്ടൊക്കെ റെഡി ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഡിമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ താഴെയൊക്കെ കൊണ്ടുപോയി വെച്ച് അടിഭാഗത്ത് ചെറിയൊരു ചൂടുണ്ട് എന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല. സൈഡും മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. സൈഡ് തണുത്തിട്ടില്ലെങ്കിൽ നമുക്കിതൊന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ കത്തി വെച്ചിട്ട് ഇതുപോലെ സൈഡൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് ഇത് അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിയൊക്കെ നല്ല കളറിലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. കേക്ക് എന്നോ പുഡിംഗ് എന്നോ സ്നാക്ക് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ശരിക്കും ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. ഇത് കഴിക്കുന്നവർക്ക് ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റും ഇതിൽ വരുന്നില്ല. നമ്മൾ ആ ഒരു നെയ്യും ബട്ടറൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ അത് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലും അതുപോലെ പുറം ഭാഗം നല്ലൊരു ബ്രൗൺ കളറിലൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്